നമസ്കാരം. സ്വാതന്ത്ര്യം എന്ന വാക്കിന് എന്നും ആഴത്തിലുള്ള അർത്ഥം തന്നെയാണുള്ളത്. ആയിരങ്ങൾ ചോരയും ജീവനും പണയം വെച്ച പട്ടിണി സമരങ്ങൾ നടത്തി നീണ്ടകാലത്തെ പരിശ്രമത്തിനൊടുവിൽ നേടിയെടുത്ത ഒന്നാണ് സ്വാതന്ത്ര്യം. 1947 ഇന്ത്യ എന്ന രാജ്യം കോളനിവൽക്കരണത്തിൽ നിന്ന് മുക്തി നേടുന്നു, സ്വതന്ത്രമാകുന്നു. പിന്നീട് അങ്ങോട്ട് ഈ കഴിഞ്ഞ 78 വർഷം സ്വാതന്ത്ര്യമെന്ന പ്രത്യേക അനുഭൂതി ആസ്വദിക്കുന്നവരാണ് ഇവിടെയുള്ള ഓരോ മനുഷ്യരും. ഒരു ഇന്ത്യൻ പൗരൻ എന്നതിൽ ഏറെ അഭിമാനിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് 78ാമത് സ്വാതന്ത്ര്യ ദിനം. എങ്കിൽ പോലും 1947 ഇന്ത്യക്ക് വേണ്ടി നേടിത്തന്ന സ്വാതന്ത്ര്യം ഇന്ന് പല രീതിയിൽ ആളുകൾ കാണുന്നുണ്ട് എന്നത് പറയാതെ വയ്യ. സ്വാതന്ത്ര്യം എന്നത് രാജ്യത്തെ ഓരോ പൗരനും അവകാശപ്പെട്ടിട്ടുള്ളതാണ്. 6 മൗലികാവകാശം ഉൾപ്പെടെയുള്ള ഭരണഘടനയിലെ ഓരോ നിയമങ്ങളും എല്ലാ പൗരനും ഒരുപോലെ തന്നെ ഉള്ളതുമാണ്. അന്യന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന്റെ അരികിലെത്തുന്നത് വരെ ഓരോ വ്യക്തിക്കും അവരുടെ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പലയിടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ മാറ്റിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യവും സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും വിശ്വാസവും ഒക്കെയായി ബന്ധപ്പെട്ട മൗലികാവകാശങ്ങളിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും ആഴത്തിൽ നോക്കുകയാണെങ്കിൽ ഇവയൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ ഇടത് സർക്കാർ അത്തരം നയങ്ങളെ അനുവദിക്കുന്നില്ല എന്നതും പറയേണ്ടിയിരിക്കുന്നു. ജനാധിപത്യ രാജ്യത്തിന്റെ നെടുന്തൂണുകളിൽ 5ാമതായി ഉള്ളതാണ് ഈ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമം എന്നുള്ളത്. ജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും തമ്മിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് മാധ്യമങ്ങൾ. ജനങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിലേക്കും സർക്കാരിന്റെ ആവശ്യങ്ങൾ ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഒരു മാധ്യമത്തിനുള്ളത്. അത്തരത്തിലുള്ള മാധ്യമങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ പലപ്പോഴും ഈ കേരളത്തിൽ ഇല്ലാതാകുന്നുണ്ട്. മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകമായി വേണ്ടുന്ന ഒരു അവകാശം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എങ്കിൽ പോലും പലപ്പോഴും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അതിനൊക്കെ തന്നെ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പാകപ്പിഴവ് സംഭവിച്ചാൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ബാധ്യസ്ഥത മാധ്യമങ്ങൾക്കുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ വേണ്ടി കേസെടുപ്പ് ശീലം സ്ഥിരമാക്കുകയാണ് ഇന്നത്തെ ഇടതു സർക്കാർ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നവകേരള സദസ് എന്നൊരു ധൂർത്ത് പരിപാടി നമ്മുടെ നാട്ടിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ അന്നുണ്ടായി. അത്തരത്തിൽ കരിങ്കൊടി കാണിച്ചവരെ ഹെൽമെറ്റ് കൊണ്ടും ചെടിച്ചട്ട് കൊണ്ടും തല തല്ലിപ്പൊളിക്കുന്നതാണ് നാം കണ്ടത്. അന്ന് അടികൊണ്ടവർ ഇന്നും ചികിത്സയിലാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നടന്നത് ഒരു തരത്തിലുള്ള അടിച്ചമർത്തൽ തന്നെയാണ്. സ്വാതന്ത്ര്യം നൽകാത്ത ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ജനപ്രതിനിധികളുടെ ഭരണത്തിൽ തൃപ്തരല്ല എങ്കിൽ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത്തരം പ്രതികരണത്തിന്റെ ഏറ്റവും ലഘുവായ രീതിയാണ് കരിങ്കൊടി കാണിക്കുക, കരിങ്കൊടി പ്രതിഷേധം എന്നതൊക്കെ. എന്നാൽ കരിങ്കൊടി കണ്ടാൽ ഹാലിളകുന്ന നേതാവാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത് എന്നതിനാൽ പ്രതിഷേധക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പലപ്പോഴും തല്ലിക്കെടുത്തുന്നു എന്നതാണ് വാസ്തവം. അതുമാത്രവുമല്ല, അവരെ തല്ലിച്ചതച്ച് കിടപ്പിലാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു തരത്തിൽ ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെയും ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരും എന്ന പ്രതീക്ഷയിലാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. അതിന് ജനങ്ങൾ കൂടെ മനസ്സ് വെക്കണം. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കണം. എന്തായാലും ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ സ്വന്തം കണ്ട ആ സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടി ഇന്ന് രാജ്യത്തെ ഓരോരുത്തരും ഒത്തുചേരുകയാണ്. അവരെ ഓർക്കുകയാണ്. അവർക്ക് മനസ്സുകൊണ്ട് നന്ദി പറയുകയാണ്. ചില നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നതിന്റെ പേരും സ്വാതന്ത്ര്യം എന്നത് തന്നെയാണ്. അതിന് ഞാനും നമ്മുടെ ചരിത്ര നേതാക്കന്മാരോട് കടപ്പെട്ടിരിക്കുന്നു. ജയ് ഹിന്ദ്.